കീപ് ഡെവലപ്പിംഗ് യുവർ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഓരോരോ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ആ ലെവൽ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പാഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് നമ്മുടെ പാഷൻ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ പാഷനെ കൊണ്ട് കാര്യമുള്ളൂ. ഷാറൂഖ് ഖാൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എറൗണ്ട് ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും ഏകദേശം 13,000 കോടി രൂപയൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അലക് പാണ്ഡെ എന്ന് പറയുന്ന ഒരു ടീച്ചർ ടേൺ ഓൺടർപ്രീനറുടെ നെറ്റ്വർത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് 15,000 മുതൽ 16,000 കോടി വരെയാണ്. അലക് പാണ്ഡെ എന്നുള്ള ടീച്ചർക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം നെറ്റ്വർത്ത് ഉണ്ടായത്? ഒരാൾക്ക് പഠിച്ചിട്ട് ഷാറൂഖ് ഖാനേക്കാളേറെ പൈസ സമ്പാദിക്കാൻ പറ്റുമോ? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? അതും പഠിച്ചൊരു ടീച്ചറായിട്ട് ഷാറൂഖ് ഖാനേക്കാളേറെ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? നെറ്റ്വർത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ഇതായിരിക്കും നമ്മളൊരു ഉത്തരം, അല്ലേ? നമ്മളൊരു കോമൺ ഉത്തരം. പക്ഷേ ആ ഉത്തരം തെറ്റാണ്. ഷാറൂഖ് ഖാൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് എറൗണ്ട് ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും ഏകദേശം 13,000 കോടി രൂപയൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ അലക് പാണ്ഡെ എന്ന് പറയുന്ന ഒരു ടീച്ചർ ടേൺ ഓൺടർപ്രീനറുടെ നെറ്റ്വർത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് 15,000 മുതൽ 16,000 കോടി വരെയാണ്. അതായത് 30-30ലധികം വർഷങ്ങളായി ഉണ്ടാവും അല്ലേ ഷാറൂഖ് ഖാൻ ഒരു ഇന്ത്യൻ ഐക്കൺ ആയിക്കൊണ്ട്, സിനിമാ താരമായിക്കൊണ്ട് ഷാറൂഖ് ഖാൻ സമ്പാദിച്ചതിനേക്കാളേറെ ഒരു 5 to 10 ഇയേഴ്സ് അറൗണ്ട് 10 ഇയേഴ്സിനെ കൊണ്ട് ഒരു ടീച്ചറായിട്ടുള്ള അലക് പാണ്ഡെക്ക് നെറ്റ്വർത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശമ്പളം വളരെ നമ്മളെ സൊസൈറ്റി കുറച്ച് കൊടുക്കുന്ന ടീച്ചർമാരെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ദർ ആർ സച്ച് കേസസ്. അപ്പോൾ അലക് പാണ്ഡെ എന്നുള്ള ടീച്ചർക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം നെറ്റ്വർത്ത് ഉണ്ടായത്? ഒന്ന്, അദ്ദേഹം ഒരുപാട് കാലം പഠിപ്പിച്ചു, യൂട്യൂബായി പഠിപ്പിച്ചു, നന്നായിട്ട് ക്ലാസ് എടുത്തു, നന്നായിട്ട് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തു, സ്റ്റുഡൻസിനൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമായി, സ്റ്റുഡൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ബേസായി. എന്നിട്ട് അദ്ദേഹത്തിന് അതൊരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റി. ഫിസിക്സ് വാല എന്ന് നമ്മൾ വിളിക്കുന്ന, നമുക്കറിയാവുന്ന കേരളത്തിലൊക്കെ സൈലം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ ലെവൽ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഫിസിക്സ് വാലയുടെ ഫൗണ്ടറാണ് അലക് പാണ്ഡെ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? അലക് പാണ്ഡെക്ക് ആ ഒരു ടീച്ചിങ് സ്കില്ല് അതൊരു വാട്ട് വി ക്യാൻ സേ ഒരു മോണിറ്ററി ആസ്പെക്റ്റിലേക്ക്, ഒരു റവന്യൂ ലെവലിലേക്ക്, ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഇപ്പം അദ്ദേഹം അതിൻ്റെ ബിസിനസ് നടത്തുകയാണ്. ടീച്ചിങ് ബിസിനസ് നടത്തുകയാണ്, എഡ്യൂക്കേഷൻ ബിസിനസ് നടത്തുകയാണ്. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞു, ദർ ആർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ നല്ലൊരു ടീച്ചറാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഷാറൂഖ് ഖാനേക്കാളേറെ അസറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാനത് പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ഇറ്റ്സ് പോസിബിൾ വിത്തിൻ 5 to 10 ഇയേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നോളേജ് ഈസ് പവർ എന്ന് പറയുന്നതിന് ഇപ്പോഴും പവർ തന്നെയാണ്. ആ പവർ നിങ്ങൾക്ക് മണിയാക്കി മാറ്റാനും പറ്റും. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അവസരങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അലക് പാണ്ഡെക്ക് ഇതിലൂടെ ആയിരക്കണക്കിന് മറ്റുള്ള ടീച്ചേഴ്സിന് ജോലി കൊടുക്കാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടീച്ചേഴ്സിന് ജോലി കൊടുക്കാനും പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം എന്താണ് അലക് പാണ്ഡെ ചെയ്തത്? ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് സ്കില്ലിനെ ഒരു ബിസിനസ് മോഡലാക്കി മാറ്റി. അപ്പോൾ നിങ്ങളും ആലോചിക്കേണ്ടത്, എല്ലാവരും ബിസിനസ് തുടങ്ങുക എന്നുള്ളതല്ല. മേ ബി കൂട്ടമായിട്ട്, ടീമായിട്ട്, ഓൺലൈനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലും ടീച്ചിങ്ങിനെ നമ്മൾ പറയാലോ, പാഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഞാൻ പറയും, പാഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് നമ്മുടെ പാഷൻ മോണിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ പാഷനെ കൊണ്ട് കാര്യമുള്ളൂ. ആ പാഷനിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശമ്പളം കുറവുള്ള ടീച്ചർമാരാണ്. കൂടുതൽ ശമ്പളം ആവശ്യമുണ്ട്, കൂടുതൽ പണം ആവശ്യമുണ്ട്. എന്തിനാണ്? കൂടുതൽ നല്ല ജീവിതം ജീവിക്കാനും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എല്ലാ ടീച്ചർമാരോടും പറയാനുള്ളത്, കീപ് ഡെവലപ്പിംഗ് യുവർ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഓരോരോ ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും ദർ ആർ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ആ ലെവൽ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആൻഡ് ലെറ്റ്സ് ട്രൈ ടു
ഓക്കെ, ലെറ്റ്സ് ട്രൈ ടു യൂട്ടിലൈസ് ഓൾ ദോസ് ഓപ്പർച്യൂണിറ്റീസ്. ടീമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും ഇതിനെക്കുറിച്ചൊക്കെ ടീച്ചർമാർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ കമൻറ്റിൽ എഴുതുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ വീഡിയോസും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.